കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 1-ാം വാക്യം. ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായ തിരുവോണം, കൊയ്ത്തുത്സവമായ വിളവെടുപ്പുത്സവമായ തിരുവോണം ആഘോഷിക്കുവാനായി നാം ആയിരിക്കുന്ന, അതിൻ്റെ ആഘോഷത്തിലായിരിക്കുന്ന ഈ നാളുകൾ, പണ്ടെങ്ങോ കേരളക്കര ഭരിച്ചിരുന്ന ഒരു മഹാരാജാവ് ഉണ്ടായിരുന്നു എന്നും ആ രാജാവ് പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തപ്പെട്ടു എന്നും തിരുവോണ നാളിൽ തൻ്റെ പ്രജകളെ സന്ദർശിക്കുവാൻ കടന്നു വരുന്നു എന്നുമുള്ളതാണല്ലോ ഐതിഹ്യം. കടന്നു വന്നതായോ സന്ദർശിച്ചതായോ ആരും ഇതുവരെയും സാക്ഷ്യപ്പെടുത്തി നാം കേട്ടിട്ടില്ല. ഈ രാജാവ് ഇനിയും ഭരിക്കാൻ വരുന്ന ഒരു രാജാവുമല്ല. എന്നാൽ ഈ സന്ദർഭത്തിൽ നമ്മെ സന്ദർശിക്കുന്ന, നമുക്ക് വേണ്ടി മഹാബലിയായിത്തീർന്ന ഒരു രാജാവിനെ കുറിച്ച്, കാൽവറി ക്രൂസിൽ നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ മഹാബലിയായിത്തീർന്ന യേശുക്രിസ്തു എന്ന രാജാവിനെ കുറിച്ചുള്ളതായ സുവിശേഷ സന്ദേശം നമ്മെ സന്ദർശിക്കുന്ന ഏതൊരു വ്യക്തിക്കും അവൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാവുന്ന ഈ സ്വർഗീയ സന്ദർശനത്തെക്കുറിച്ച്, നമ്മെ സന്ദർശിക്കുന്ന ഒരു യേശുവുണ്ട് എന്നുള്ളതായ സുവിശേഷ സന്ദേശം ചില മിനിറ്റുകളിൽ കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. ഈ രാജാവ് ചവിട്ടി താഴ്ത്തപ്പെട്ട രാജാവല്ല. ഈ രാജാവിനെ ചവിട്ടി താഴ്ത്തുവാൻ, കല്ലറയിൽ ചവിട്ടി ഒതുക്കി വയ്ക്കുവാൻ അന്നത്തെ ലോകവും അധികാരവർഗവുമെല്ലാം പണിപ്പെട്ടു. എന്നാൽ കല്ലറയെ ജയിച്ച്, മരണത്തെ ജയിച്ച്, ഉയർത്തെഴുന്നേറ്റ് ഉയരത്തിലേക്ക് കയറിപ്പോയ മഹാരാജാവ്, ആ രാജാവ് വാഗ്ദത്തം തന്നു, ഞാൻ നിങ്ങളെ സന്ദർശിക്കുമെന്ന്. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും ഞാൻ അവരുടെ നടുവിൽ കടന്നു വരുമെന്ന വാക്ക് തന്നിട്ട് കയറിപ്പോയവനായ രാജാവ്. ഈ രാജാവ് നമ്മെ സന്ദർശിക്കുന്നതിന് നാളോ ദിവസമോ സമയമോ സ്ഥലമോ പരിമിതികളൊന്നുമില്ല. എവിടെ കൂടി വന്നാലും അവരുടെ നടുവിൽ ഈ രാജാവുണ്ട്. തൻ്റെ നാമത്തിൽ ആരും കൂടെ നിൽക്കാനില്ലേ, ആരും ചേർന്നിരിക്കാനില്ലേ, ഒറ്റയ്ക്കേ ഉള്ളൂ. നാം ഒറ്റയ്ക്കാണെങ്കിൽ നമ്മുടെ അരിയിൽ വരുന്ന മഹാരാജാവാണ് ഈ മഹാരാജാവ്. ഇത് വെറുമൊരു പഴങ്കഥയോ കെട്ടുകഥയോ അല്ല. അവൻ ഒരു പശുശാലയിൽ പിറന്നു എന്നുള്ളത് വെറുമൊരു പഴങ്കഥയല്ല. അവൻ്റെ കൈകളിലും കാലുകളിലും ആണികൾ തറയ്ക്കപ്പെട്ടു എന്നുള്ളത് ഒരു കെട്ടുകഥയല്ല, യാഥാർത്ഥ്യമാണത്. അവൻ സന്ദർശിക്കുന്നു എന്നുള്ളത് കെട്ടുകഥയല്ല, അനുഭവമാണ്. കരയുന്നവരുടെ കണ്ണു നിരപ്പുവാൻ അവൻ അരികിൽ വരുന്നവനാണ്. അനുഭവിക്കുന്നവരില്ലേ? എത്രയോ സന്ദർഭത്തിൽ യേശു അരികിൽ വന്ന് കണ്ണുനീര് തുടച്ചു തന്നിട്ടുണ്ട്, ആകുലതകൾ മാറ്റി തന്നിട്ടുണ്ട്, നദി പോലെ സമാധാനവും സന്തോഷവും ഉള്ളത്തിലേക്ക് ഒഴുക്കി തന്നിട്ടുണ്ട്, പാപം ക്ഷമിച്ചു തന്നിട്ടുണ്ട്.
അതിവേദന നടുവിൽ അവൻ സന്ദർശിച്ചിട്ടുണ്ട്. പറയാൻ ഏറെ അനുഭവങ്ങളുണ്ട്. 2018 എൻ്റെ ഈ ശരീരം ക്യാൻസർ രോഗത്തിന് അടിമപ്പെട്ടു പോയ ശരീരമാണ്. ഇന്ന് മണ്ണോട് മണ്ണായി മാറേണ്ടതായ ഈ ശരീരം എൻ്റെ രോഗത്തിൻ്റെ നടുവിൽ, എൻ്റെ രോഗക്കട്ടിലിൽ, എൻ്റെ അരികിൽ യേശു കടന്നു വന്ന് എനിക്ക് സൗഖ്യം തന്നു. ആ സൗഖ്യം അനുഭവിച്ചു കൊണ്ടാണ് നല്ല ആരോഗ്യമുള്ളവനായി ഇന്ന് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത്. സർജറി കഴിഞ്ഞ് അതിവേദനപ്പെട്ട് ശരീരം ഒന്ന് ചലിപ്പിക്കാൻ പോലും നിവൃത്തിയില്ലാത്തവനായി, ഒന്ന് ശ്വാസം വലിക്കാൻ പോലും നിവൃത്തിയില്ലാത്തവനായി അതിവേദനയോടെ ഞാൻ എൻ്റെ കട്ടിലിൽ കിടന്നപ്പോൾ എൻ്റെ അരികിലേക്ക് കടന്നു വന്ന് തൻ്റെ ആണിപ്പാടുള്ള കരം കൊണ്ട് അവൻ എന്നെ തലോടിയത് എൻ്റെ അനുഭവമാണ്. ഞാൻ അനുഭവിച്ച വേദനയെ കവിയുന്ന സന്തോഷം കൊണ്ട്, സമാധാനം കൊണ്ട്, ആശ്വാസം കൊണ്ട് എന്നെ നിറച്ചത് എൻ്റെ അനുഭവമാണ്. നിങ്ങൾക്കും പറയാനില്ലേ? ഇന്നും യേശു നമുക്കരികിലേക്ക് വരുന്നു. ഈ രാജാവ് നമ്മുടെ അരികിലേക്ക് വരുന്നു. ഈ അനുഭവം കിട്ടിയവർക്ക് അവനെ തള്ളാനൊക്കില്ല. എന്തെല്ലാം ഭാരങ്ങൾ വന്നാലും, എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും, എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും ഈ അനുഭവം കിട്ടിയവർക്ക് അവനെ തള്ളിക്കളയാനൊക്കില്ല. ഞാൻ വായിച്ചിട്ടുണ്ട്, 16-ാം നൂറ്റാണ്ടിൽ ഫിലിപ്പ് രാജാവ് ഇംഗ്ലണ്ട് ഭരിക്കുന്നതായ സമയം ബൈബിൾ വായിക്കുന്നത് നിരോധിച്ചു. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതായ സുവിശേഷം പ്രസംഗിക്കുന്നത് നിരോധിച്ചു. ബൈബിൾ സൂക്ഷിച്ചാൽ അത് നിയമവിരുദ്ധമായി കാണുകയും വധശിക്ഷ നൽകുകയും ചെയ്യുന്നതായ ആ കാലം രാജാവിൻ്റെ സൈന്യം ഓരോ വീടുകളിലും കയറിയിറങ്ങി ബൈബിളുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ട് നടക്കുമ്പോൾ അവിടെയുള്ള ബ്രൂഗ് മേയറുടെ വീട് പരിശോധിച്ചു. ഒരു ബൈബിൾ അവിടെ നിന്ന് കണ്ടുകിട്ടി. മേയറും കുടുംബവും പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല, ഞങ്ങളുടേതല്ല, ഞങ്ങൾക്കറിയില്ല ഇത്. ആ വീട്ടിൽ യുവതിയായ സുന്ദരിയായ ഒരു വേലക്കാരി ഉണ്ടായിരുന്നു. അവൾ പറഞ്ഞു, അവൾ ആ ബൈബിൾ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ബൈബിൾ ഞാൻ വായിക്കുന്ന ബൈബിളാണ്, എൻ്റെ ബൈബിളാണ്. മേയർക്ക് എങ്ങനെയെങ്കിലും ആ യുവതിയെ രക്ഷിക്കുവാൻ ആശയുണ്ട്. മേയർ പറഞ്ഞു, അവൾ വെറുതെ പറയുന്നതാ, അവൾക്ക് വായിക്കാൻ പോലും അറിയില്ലാത്ത ഒരു പെൺകുട്ടി, ഒരു വേലക്കാരി, അവൾ വെറുതെ പറയുന്നതാ. എങ്ങനെയെങ്കിലും ആ യുവതിയെ രക്ഷിക്കുവാൻ മേയർ ആഗ്രഹിച്ചു. അവൾ പറഞ്ഞു, ഞാൻ വെറുതെ പറയുന്നതല്ല, ഈ ബൈബിൾ ഞാൻ വായിക്കുന്ന എൻ്റെ ബൈബിളാണ്. ഞാൻ ഈ ബൈബിൾ തുറന്ന് വായിക്കുമ്പോഴെല്ലാം വചനത്തിലൂടെ എൻ്റെ അരികിലേക്ക് ഇറങ്ങി വന്ന് എന്നെ ആശ്വസിപ്പിക്കുന്ന, എന്നെ സന്തോഷിപ്പിക്കുന്ന എൻ്റെ യേശുവിനെ ഞാൻ അനുഭവിക്കുന്നു. എനിക്ക് അവനെ തള്ളിക്കളയാൻ നിർവാഹമില്ല. എങ്ങനെയെങ്കിലും അവളെ പിന്തിരിപ്പിക്കാൻ നോക്കി. അന്ന് പണിതുകൊണ്ടിരിക്കുന്നതായ പട്ടണ മതിൽ, ആ പട്ടണത്തിൻ്റെ മതിലിൻ്റെ ഉള്ളിൽ ജീവനോടെ അവളെ ഇട്ട് പണിയാനായിട്ട് വിധിച്ചു. മേയറവളോട് പറഞ്ഞു, ഇത്രയേറെ സുന്ദരിയായ യുവതിയായ നീ എന്തിനാണ് മരണം തിരഞ്ഞെടുക്കുന്നത്? അവൾ പറഞ്ഞു, എൻ്റെ രക്ഷകൻ എനിക്ക് വേണ്ടി മരിച്ചു, എൻ്റെ രക്ഷകന് വേണ്ടി മരിക്കുവാൻ ഞാൻ സന്തോഷിക്കുന്നു എന്ന്. അവളെ ആ പട്ടണമതിലിൽ ജീവനോടെ കിടത്തി. ഇഷ്ടി വെച്ച് പണിയുകയാണ്. തള്ളിപ്പറഞ്ഞാൽ നിന്നെ വിട്ടയക്കാം. അവൾ തയ്യാറായില്ല. അവസാനത്തെ ഇഷ്ടികയും വെച്ച് അവളെ അതിൻ്റെ ഉള്ളിൽ അടയ്ക്കുമ്പോൾ അവൾ ഇപ്രകാരം പ്രാർത്ഥിച്ചു. വിശ്വാസം തള്ളിപ്പറയാമോ എന്ന് അവളോട് ചോദിച്ചു. അവൾ ഇപ്രകാരം പ്രാർത്ഥിച്ചു. അവളുടെ നാവിൽ നിന്നും ഒരു പ്രാർത്ഥനാ ശബ്ദം വെളിയിൽ വന്നു, ദൈവമേ, എൻ്റെ കൊലയാളികളോട് ക്ഷമിക്കണമേ. അവൾ സന്തോഷത്തോടെ രക്തസാക്ഷിയായി മരണം വരിച്ചു. ഈ രാജാവിൻ്റെ സന്ദർശനം അത്ര വലിയതാണ്. തൻ ബലിയാൽ പാപികളെ രക്ഷിച്ചു ഒരു ദൈവസുത. നിൻ ബലിയാലൻ കഷ്ടത മായിച്ചൻ നോ ഒഴിവാക്കണമേ. ഗോകുൽത്തായി തൻ മാർവ് തുറന്നോരു ഉത്തമനെ ദാഹം നീക്കിയിട്ടൊഴുകിയ നീരാൽ ചോരയാതാലും ഈ മഹാബലിയായി തീർന്നവൻ കഷ്ടതകളെ മാറ്റിത്തരുന്നവനാണ്, വേദനകളെ ഒഴിവാക്കി തരുന്നവനാണ്,
ഭാരങ്ങളിൽ ആശ്വാസം തരുന്ന രാജാവാണ്. ആരെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് ഈ രാജാവിൻ്റെ സന്ദർശനം എനിക്ക് വേണമെന്ന്? ആഗ്രഹിക്കുന്നവരെല്ലാം സത്യമായും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവൻ സമീപസ്ഥനായ ദൈവമാണ്. എന്താണ് ഈ രാജാവ്? ആരാണ് ഈ രാജാവ്? മഹാബലിയായ ഈ രാജാവ് ആരാണ്? 3 കാര്യങ്ങൾ വചനത്തിൽ എഴുതിക്കാൻ ആഗ്രഹിക്കുന്നു. 1, 24 സങ്കീർത്തനം 9, 10 വാക്യങ്ങൾ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഈ രാജാവ് മഹത്വത്തിൻ്റെ രാജാവാണ്. കടന്നു വരുന്നിടത്തെല്ലാം അവൻ്റെ മഹത്വം വെളിപ്പെടും. മഹത്വത്തിൻ്റെ രാജാവ് എവിടെയെല്ലാം കടന്നു ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം രാജാവിൻ്റെ മഹത്വം വെളിപ്പെട്ടിട്ടുണ്ട്. അന്ന് ഈ മഹാരാജാവ്, സ്വർഗീയ രാജാവ്, മഹത്വത്തിൻ്റെ മഹത്വമായി സ്വർഗീയ ഉന്നതികളിൽ വാണരുളിയ ഈ മഹാരാജാവ് ഈ ഭൂമിയിലേക്ക് അവതരിച്ചത് തൻ്റെ മഹത്വമെല്ലാം ജഡശരീരത്തിൽ മറച്ചു വെച്ചുകൊണ്ടാണ്. എന്നാൽ ഈ മഹാരാജാവ് കാനാവിലെ കല്യാണ വീട്ടിൽ കടന്നു ചെന്നപ്പോൾ അവിടെ വെച്ച് അവരുടെ ഇല്ലായ്മയുടെ നടുവിൽ വീഞ്ഞില്ലാതെ വന്നപ്പോൾ, വീഞ്ഞ് തീർന്നു പോയപ്പോൾ വെറും കൽഭരണികളിൽ കോരി നിറയ്ക്കപ്പെട്ടതായ പച്ചവെള്ളത്തെ മേൽത്തരം വീഞ്ഞാക്കി മാറ്റിക്കൊണ്ട് തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയ മഹാരാജാവാണ്. ഇല്ലായ്മയുടെ നടുവിൽ, ആവശ്യങ്ങളുടെ നടുവിൽ മഹത്വം വെളിപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിലേക്കും ഈ മഹാരാജാവിനെ ക്ഷണിച്ചാൽ, ഈ മഹാരാജാവ് നമ്മെ സന്ദർശിച്ചാൽ, നമ്മുടെ ഇല്ലായ്മകളുടെ നടുവിൽ മഹത്വം വെളിപ്പെടും. നമ്മുടെ ഷോർട്ടേജുകളുടെ നടുവിൽ മഹത്വം വെളിപ്പെടും. ഇല്ലായ്മകൾ ഉണ്ടോ? ജീവിതത്തിൽ ഇല്ലായ്മകൾ വന്നിട്ടുണ്ടോ? കർത്താവേ, എൻ്റെ കുടുംബത്തിൽ സ്നേഹമില്ലല്ലോ, എനിക്കൊരു സമാധാനവുമില്ലല്ലോ, എനിക്ക് നല്ല ആരോഗ്യമില്ലല്ലോ, എൻ്റെ പല ആവശ്യങ്ങളും നിറവേറ്റുവാൻ എനിക്ക് പണമില്ലല്ലോ, എൻ്റെ ബിസിനസ് നന്നായി പോകുന്നില്ലല്ലോ, എനിക്ക് ജോലിയില്ലല്ലോ, എനിക്കൊരു വീടില്ലല്ലോ, എനിക്കൊരു ജയജീവിതമില്ലല്ലോ, എനിക്കൊരു പ്രത്യാശയില്ലല്ലോ. ഇല്ലായ്മയുടെ നടുവിൽ ഈ രാജാവിനെ ക്ഷണിച്ചാൽ മഹത്വം വെളിപ്പെടും. മേൽത്തരം വീഞ്ഞവിടെ നൽകി. മറ്റൊരിക്കൽ ഈ മഹാരാജാവ് ബേഥാന്യയിലെ ഒരു ഭവനത്തിലേക്ക് കടന്നു ചെന്നു. ലാസറിൻ്റെ വീട്ടിലേക്ക്, മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിലേക്ക്. ആ വീട് ഒരു വിലാപ വീടായിരുന്നു. ലാസർ മരിച്ചു. ഒരൊറ്റ സഹോദരനെ ഉണ്ടായിരുന്നുള്ളൂ, മരിച്ചു. അടക്കം ചെയ്തു, കല്ലറയിൽ വെച്ചു. 4 നാൾ കഴിഞ്ഞു. ഈ മഹാരാജാവ് ലാസറിൻ്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. ദുഃഖ വീട്ടിലേക്ക് കടന്നു ചെന്നു, വിലാപ വീട്ടിലേക്ക് കടന്നു ചെന്നു. ലാസറിനെ ജീവനുള്ളവനായി കല്ലറയ്ക്ക് വെളിയിൽ കൊണ്ടുവന്നവനെ ഏൽപ്പിച്ചു. കണ്ണുനീരൊപ്പി, കരയുന്നവരുടെ കണ്ണുനീരൊപ്പി, ദുഃഖം മാറ്റി, കഷ്ടത മായിച്ച് നോഴുവാക്കി കൊടുത്തു. ഒരിക്കൽ രോഗത്താൽ ഏറെ വലഞ്ഞുപോയ ഒരു സ്ത്രീ ഏറിയ വൈദ്യന്മാരുടെ അടുക്കൽ പോയി, ഒരു സമയവും കിട്ടിയില്ല. ഉണ്ടായിരുന്ന പണം മുഴുവനും ചെലവാക്കി, ഒരാശ്വാസവും കിട്ടിയില്ല. ആ രക്തസ്രാവക്കാരി സ്ത്രീയുടെ ജീവിതത്തിൽ ഈ രാജാവ് സന്ദർശിച്ചപ്പോൾ അവളുടെ രോഗം മാറി, അവൻ്റെ മഹത്വം വെളിപ്പെട്ടു.
രോഗത്തിന് നടുവിൽ യേശുവിൻ്റെ സന്ദർശനം, യേശുവിൻ്റെ മഹത്വം വെളിപ്പെട്ടു. നാം ആരെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ നിന്റെ മഹത്വം ഒന്ന് വെളിപ്പെടണമേ. ഈ രാജാവ് കടന്നു വരണമെങ്കിൽ ഒരൊറ്റ വ്യവസ്ഥയേ ഉള്ളൂ. വാതിലുകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ. പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ. തല ഉയർത്തുക എന്നാണ് അതിൻ്റെ അർത്ഥം. നാം ഒരാളെ വിളിക്കുമ്പോൾ, പേരെടുത്ത് വിളിക്കുമ്പോൾ, ആൾ തലപൊക്കി എന്താണെന്ന് ചോദിക്കുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? കേൾക്കുന്നതിന് അനുകൂലമായ ഒരു പ്രതികരണമാണത്. വിളിക്കുമ്പോൾ ഒരനക്കവുമില്ലാതെ, തലപൊക്കാതെ, ഒരനക്കവുമില്ലാതെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം, അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കേൾക്കുന്ന കാര്യത്തിന് അനുകൂലമായ ഒരു പ്രതികരണമില്ല എന്നാണ് അർത്ഥം. അപ്പോൾ നാം കേൾക്കുന്നതായ ഈ ദൈവവചനത്തിന് അനുകൂലമായ ഒരു പ്രതികരണം നമ്മിൽ നിന്ന് വന്നാൽ അവൻ നമ്മെ സന്ദർശിക്കും. മറ്റൊന്നുമില്ല. ഇന്ന ജാതിയെന്നോ, ഇന്ന മതമെന്നോ, ഇന്ന കുടുംബമെന്നോ യാതൊരു വ്യവസ്ഥയുമില്ല. ഈ ജീവന്റെ വചനം കേൾക്കുമ്പോൾ, ദൈവശബ്ദം കേൾക്കുമ്പോൾ, ദൈവവചനത്തിന് അനുകൂലമായ ഒരു പ്രതികരണം നമ്മിൽ വന്നാൽ ആ രാജാവ് നമ്മുടെ അകത്തേക്ക് കടന്നു വരും. എൻ്റെ 22-ാമത്തെ വയസ്സിൽ ഞാൻ കേട്ടതായ ദൈവവചനത്തിന് അനുകൂലമായ ഒരു പ്രതികരണം എൻ്റെ ഉള്ളിൽ വന്നു. എൻ്റെ യേശു എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അവൻ എന്നെ സന്ദർശിച്ചു. എൻ്റെ യേശു എന്നെ സന്ദർശിച്ചു. രണ്ടാമത്തെ കാര്യം, ഈ രാജാവ് നീതിയുടെ രാജാവാണ്. എബ്രായ ലേഖനം 7-ാം അധ്യായം 2-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനുമായ ഈ മൽക്കീസദേക്ക് രാജാക്കന്മാരെ ജയിച്ച് മടങ്ങി വരുന്ന അബ്രഹാമിനെ എതിരേറ്റ് അവനെ അനുഗ്രഹിച്ചു. അബ്രഹാം അവന് സകലത്തിലും 10-1 കൊടുത്തു. അവൻ്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവെന്നും പിന്നെ ശാലേം രാജാവ് എന്ന് വെച്ചാൽ സമാധാനത്തിൻ്റെ രാജാവ് എന്നും അർത്ഥം. നീതിയുടെ രാജാവാണവൻ. ഈ രാജാവ് നമ്മെ സന്ദർശിച്ചാൽ നീതീകരിക്കുവാൻ, നീതീകരിക്കപ്പെടുവാൻ യാതൊരു സാധ്യതയുമില്ലാത്ത സ്ഥാനത്ത് നമ്മെ നീതീകരിക്കാൻ കഴിവുള്ളവനായ രാജാവാണ്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 33-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: ദൈവം തെരഞ്ഞെടുത്തവനെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവനാർ. നമ്മെ കുറ്റം ചുമത്തുവാൻ ആർക്കും കഴിയാതെ വണ്ണം നീതീകരിക്കുന്നവനായൊരു ദൈവമുണ്ട്. മൂന്നാമതായി, ഈ രാജാവ് സമാധാനത്തിൻ്റെ രാജാവാണെന്നും എബ്രായ ലേഖനം 7-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. സമാധാനത്തിൻ്റെ രാജാവ്, ശാലേം രാജാവ്. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 19-20 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഈ ശാലേം രാജാവിനെ നാം കാണുന്നുണ്ട്. അവൻ അത്യുന്നതനായ ദൈവത്തിന് പുരോഹിതനായിരുന്നു. അവൻ അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിലേൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ. ശത്രുക്കളെ ജയിച്ച് മടങ്ങി വന്നവനായ അബ്രഹാമിന് ഈ രാജാവ് എതിർപ്പെട്ടു. പാപത്തെ ജയിച്ചു വരുന്നവനെ എതിർപ്പെടുന്ന രാജാവാണ് ഈ രാജാവ്. നീതിയുടെയും സമാധാനത്തിൻ്റെയും രാജാവ് എതിർപ്പെടണമെങ്കിൽ പാപത്തെ ജയിച്ചു വരുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകണം. തോന്നിയ പോലെ നടന്നാൽ ഈ രാജാവ് നമ്മെ സന്ദർശിക്കുകയില്ല. തോന്നിയ പോലെ ജീവിക്കുന്നവനെ സന്ദർശിക്കുന്ന രാജാവല്ലത്. പാപത്തെ ജയിച്ച് വരുന്നവനെ സന്ദർശിക്കുന്നു. ജയിച്ചു വരുന്നവനെ എതിർപ്പെടുന്ന രാജാവ്. ഇതുവരെയും പാപം കീഴടക്കിയ ജീവിതം, മദ്യപാനം കീഴടക്കിയ ജീവിതം,
വാശിയും വഴക്കും ഇഷ്ടക്കേടും നീരസങ്ങളുമെല്ലാം കീഴടക്കിയ ജീവിതം, പാപത്തിന് കീഴ്പ്പെട്ട ജീവിതം. എന്നാൽ പാപത്തെ ജയിച്ചു നിൽക്കാൻ ഒരു തീരുമാനമെടുത്താൽ, ഇനി പാപം എന്നെ കീഴടക്കാൻ ഞാൻ അനുവദിക്കുകയില്ല എന്നുള്ളൊരു തീരുമാനമെടുത്താൽ, വ്യക്തമായ തീരുമാനം, ജീവൻ വെക്കേണ്ടി വന്നാലും. മുസ്ലിം പറയുന്നുണ്ട്, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. മരിക്കേണ്ടി വന്നാലും ഒരു തുള്ളി മദ്യം ഞാൻ ഇന്നു മുതൽ കുടിക്കുകയില്ല. ഇനിയൊരു അശുദ്ധമായ ഒരു കാര്യം എന്നിൽ സംഭവിപ്പാൻ ഞാൻ ഇട കൊടുക്കുകയില്ല. ഒരു പാപത്തിന് എന്നിൽ ഇടം കൊടുക്കില്ല. ഞാൻ ഇന്നു മുതൽ പാപത്തെ കീഴടക്കി ജീവിക്കുമെന്നുള്ള ഒരു തീരുമാനം വന്നാൽ ഈ രാജാവ് സന്ദർശിക്കും. ഈ 2025 തിരുവോണനാൾ ഇങ്ങനൊരു തീരുമാനമെടുക്കാമോ? ഈ രാജാവ് നമ്മെ സന്ദർശിക്കട്ടെ. നമുക്ക് വേണ്ടി മഹാബലിയായി തീർന്ന രാജാവിൻ്റെ സന്ദർശനം, നീതിയുടെ രാജാവ്, മഹത്വത്തിൻ്റെ രാജാവ്, സമാധാനത്തിൻ്റെ രാജാവ് നമ്മെ സന്ദർശിക്കട്ടെ. ഈ നല്ലവനായ രാജാവിനോട് കൂടെ ഇനിയുള്ള കാലം നിൽക്കാൻ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഒരു വാക്കിങ്ങനെ പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സ്നേഹനിധിയായ സ്വർഗീയ പിതാവേ, അടിയങ്ങളെ കേൾപ്പിച്ച ജീവന്റെ വചനത്തിനായി സ്തോത്രം. ഇനിയുള്ള കാലം ഒരു സന്ദർശനകാലമായി നിൽക്കുവാൻ, അന്ന് ഇസ്രായേൽ ആ സന്ദർശനകാലം മനസ്സിലാക്കിയില്ല. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴെ ചേർക്കുന്നത് പോലെ ചേർക്കാൻ വന്ന സന്ദർശനകാലം, എൻ്റെ സന്ദർശനകാലം അറിഞ്ഞില്ലല്ലോ എന്ന് വേദനയോടെ കർത്താവ് പറയുന്നു. നമ്മെ സന്ദർശിക്കുന്ന ഈ സമയം നമുക്ക് അവൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഇന്നു മുതൽ ഒരു പുതിയ തീരുമാനത്തോടെ ജീവിക്കുവാൻ നമ്മെ സമർപ്പിക്കാം. കരുണയുള്ള കർത്താവേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ മഹത്വം വെളിപ്പെടുന്നത് അനുഭവമാക്കണമേ. സന്ദർശിച്ചത് സാക്ഷിപ്പാൻ അനുഭവങ്ങൾ തരണമേ. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.